I am not the product of my circumstances. I am the product of my decisions. ഫേമസ് ആയ അമേരിക്കൻ ഓതർ സ്റ്റീഫൻ കവിയുടെ കോട്ടാണത്. പൊതുവെ പറയാറുണ്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൻലി 3 ഫാക്ടേഴ്സാണ്. അവരുടെ സർക്കംസ്റ്റാൻസസ്, അവരുടെ ഓരോ എക്സ്പീരിയൻസ് ആൻഡ് പീപ്പിൾ അറൗണ്ട് ദം. പക്ഷേ കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ലൈഫ് സക്സസ് ഇത് തീരുമാനിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നോ നമ്മളുടെ സർക്കംസ്റ്റാൻസിൽ നിന്നോ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നോ മാത്രമല്ല, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന ഡിസിഷൻസ് ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സക്സസ് തീരുമാനിക്കുന്നത്. ഒരു മദ്യപിക്കുന്ന ഒരു അച്ഛൻ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ആ വീട്ടിൽ തന്നെ 2 മക്കൾ ചിലപ്പോൾ അത് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലായിരിക്കും എടുക്കുക. ഒരാൾ ചിലപ്പോൾ അത് അയാൾക്ക് ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നേരെ മറിച്ച് മറ്റൊരാൾക്ക് അതാണ് തൻ്റെ ഫാമിലി റൂയിൻ ചെയ്തത്, അതാണ് അവരുടെ എല്ലാവരുടെ റിലേഷൻഷിപ്സ് റൂയിൻ ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. ഇതേപോലെ ഓരോ സർക്കംസ്റ്റാൻസസിനും നമ്മൾ എത്തരത്തിലുള്ള ഡിസിഷൻസാണ് എടുക്കുന്നത്, അതാണ് നമ്മളുടെ സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും കുറ്റം പറഞ്ഞിട്ട് കുറേ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്, കുറേ ചുറ്റുപാടുള്ള സിറ്റുവേഷൻസും കുറേ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എപ്പം മുതൽ നമ്മൾ നമ്മുടെ ലൈഫിനെ ഓൺ ചെയ്ത് അത് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നോ അപ്പം മുതലാണ് നമ്മുടെ സക്സസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ദ ലോ ഓഫ് ഓണർഷിപ്പ്. ഓരോ വ്യക്തിയുടെയും ലൈഫ് മാറ്റാൻ കഴിവില്ല ഒരേ ഒരാളെന്ന് പറയുന്നത് ആ വ്യക്തി തന്നെ ആയിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ലൈഫിനകത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പാരൻസ് ആയാലും നമ്മുടെ സിബ്ലിങ്സ് ആയാലും ഇവരെല്ലാവരും നമ്മളെ ആ ഒരു ഗ്രോത്തിന് വേണ്ടി മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ആ ഒരു അൾട്ടിമേറ്റ് ഗോളിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. ഞാനാണ് ഇത് മാറ്റേണ്ടത്, ഇതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം എനിക്കാണ്, ഇത് കംപ്ലീറ്റ് ഈ നമ്മുടെ ലൈഫിൻ്റെ അതോറിറ്റി നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഓരോ ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം മുതലായിരിക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. സോ തിരിച്ചറിയാം, നമ്മളാണ് നമ്മുടെ സക്സസ്, ഗ്രോത്ത്, നമ്മുടെ ഹാപ്പിനെസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു റെസ്പോൺസിബിളായിട്ട് ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് തരാൻ കഴിവില്ല, അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് തരാൻ റെസ്പോൺസിബിളായിട്ടില്ല ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മളാണ്. സോ നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു ഓണർഷിപ്പ് ഏറ്റെടുക്കുക, ഇത് ഞാനാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓൺ ചെയ്യുക, ഇതെൻ്റെ ലൈഫാണ്. നമ്മൾക്ക് കുറേ ആൾക്കാരെ ബ്ലെയിം ചെയ്യേണ്ടായിരിക്കും, കുറേ ആൾക്കാരുടെ സപ്പോർട്ട് വേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു അൾട്ടിമേറ്റ്, ഇതിൻ്റെ എല്ലാം ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ആൾ നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ മാറാൻ തുടങ്ങാം. സോ ഇതാണ് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, ദ റൂൾ ഓഫ് ഓണർഷിപ്പ്. ആൻഡ് ദ സെക്കൻഡ് റൂൾ ഈസ് ദ റൂൾ ഓഫ് അഡാപ്റ്റബിലിറ്റി. ചില സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിനകത്ത് വളരെയധികം വേഴ്സ്റ്റ് ആയ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അല്ല, ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിലായിരിക്കില്ല എല്ലാം നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഓണർഷിപ്പ് ചെയ്ത് നമ്മൾ ഓൺ ചെയ്ത് നമ്മളെടുത്ത നമ്മുടെ ഈ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എടുത്ത ഓരോ ആക്ഷൻസിന് ഡിസിഷനിൽ ചിലപ്പോൾ നമുക്ക് പിന്നോട്ട് വരാൻ ടെൻഡൻസി ഉണ്ടായിരിക്കും. അല്ല, വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു ഇവൻറ്റ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾക്ക് ചിലപ്പോൾ അവരും നമ്മളുടെയും വാല്യൂസ് മാച്ച് ആവുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ദ ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി. നമ്മൾ ആ ഒരു സിറ്റുവേഷനോട് അഡാപ്റ്റ് ആവുക എന്ന് പറയുന്നത്. ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി പറയുന്നത് നമ്മുടെ എല്ലാ ഇമോഷൻസിനെ അടിച്ചമർത്തി അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ സഫർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണമെന്നല്ല. ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി പറയുന്നത് എന്ത് വന്നാലും നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്തത് അത് നമ്മൾ ചെയ്യണം എന്നാണ് ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി പറയുന്നത്. അത് നമ്മൾക്ക് എല്ലാവരുടെയും ലൈഫിനകത്ത് കുറേ അധികം ചലഞ്ചസ് വരും, അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. എല്ലാത്തിനും അടിച്ചമർത്താതെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്ന് അനലൈസ് ചെയ്ത് അത് നേരിട്ട് മുന്നോട്ട് പോവുക, അതാണ് ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുത്ത് നമ്മളെല്ലാ സിറ്റുവേഷനോടും അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് കൺസിസ്റ്റൻറ്റ് വർക്ക് എന്ന് പറയുന്നത്. സോ തേർഡ് ലോ ഈസ് ദ ലോ ഓഫ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടറാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ന്യൂ ഇയറിലും പുതിയ പുതിയ റെസൊല്യൂഷൻ വെച്ച് ലൈക്ക് ഒരു 100 ഗോൾസൊക്കെ വെച്ച് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മളൊരു ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഒരു വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ ലോസ്റ്റ് ചെയ്ത് നമ്മളത് നിർത്തി, പിന്നെ നമ്മൾ ചിലപ്പോൾ അവസാനം ആകുമ്പോഴായിരിക്കും അതൊന്നും കൂടി തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടായിരിക്കും ഒരു മന്തിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെ ആയിരിക്കും അടുത്ത മാസം മുതലായിരിക്കും ആക്റ്റീവ് ആവുന്നത്. പക്ഷേ നമ്മൾക്കൊരു സക്സസ്, നമ്മുടെ ലൈഫിനെ നമ്മൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻറ്റ് വർക്കാണ് വേണ്ടത്. നമുക്ക് കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺസാണ് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ലോങ് സ്കെഡ്യൂളായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് അത്രയും അൺറിയലിസ്റ്റിക് ആയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുന്നത്.
ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ എല്ലാവരുടെയും ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ചിലപ്പോൾ ഒന്നായിരിക്കും 4 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു 10 മണിക്ക് എഴുന്നേക്കുന്ന ഒരാളാണെങ്കിൽ 4 മണി എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ട്രാൻസിഷനാണ്, അതൊരു സഡൻ ജമ്പാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്കാണെങ്കിലും നമ്മുടെ ബ്രെയിനാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നമ്മൾ ഇത് എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് പോസിബിൾ അല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊരിക്കലും നടത്താൻ കഴിയില്ല. ലൈക്ക് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നോ അത് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടിരിക്കണം. വേറൊരാളെ കമ്പയർ ചെയ്തിട്ടല്ല ഒരിക്കലും നമ്മൾ ഗോൾ ഉണ്ടാക്കേണ്ടത്. ലൈക്ക് കുറേ വീഡിയോസ് ഉണ്ടായിരിക്കും, കുറേ ആൾക്കാർ നേരത്തെ 4 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം ഓരോ ഗോളും ഉണ്ടാക്കാൻ. സോ നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് തുടങ്ങാം. ഇപ്പോൾ 10 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ 9:30 മുതൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 9:55 മുതൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചില സമയത്ത് നമ്മൾ ഓരോ സ്മോൾ സ്റ്റെപ്സ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഒരു 10 മണിക്ക് എഴുന്നേൽക്കുന്നതിന് 9:55 എണീച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന്. പക്ഷേ നമ്മുടെ ഓരോ സ്മോൾ സ്റ്റെപ്സ് അതാണ് ശരിക്കും നമ്മൾക്ക് ആ ഒരു നമ്മുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു മടി നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ ഓരോ സ്മോൾ സ്റ്റെപ്സാണ്. പിന്നെ നമ്മൾ അറ്റോമിക് ഹാബിറ്റിനകത്ത് കേട്ട പോലെ 1% റൂൾ, നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന ആ ചെറിയ ചെറിയ ചേഞ്ചസ്, നമ്മൾ ആ ഒരു സഡൻ ചേഞ്ച് അല്ലാത്ത ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ലൈഫിനകത്ത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ 3 ലോസാണ് നമ്മുടെ ലൈഫിനകത്ത് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ നമ്മുടെ സക്സസ് തീരുമാനിക്കുന്നത്. ദ ലോ ഓഫ് ഓണർഷിപ്പ്, ദ ലോ ഓഫ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ദ ലോ ഓഫ് കൺസിസ്റ്റൻസി. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഓണർഷിപ്പ് എടുക്കുക, അതിനുശേഷം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ഓരോ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്തിട്ട്. നമ്മൾക്ക് പല നിമിഷവും നമുക്കിത് നിർത്തി നമുക്കിതെല്ലാം ഒഴിവാക്കി പോകുന്നതും, പക്ഷേ നമ്മൾ എപ്പോഴാണോ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴാണോ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ സിറ്റുവേഷനോടും അഡാപ്റ്റ് ചെയ്ത് പോകുന്നത്, അപ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്താൻ കഴിയുക. So I hope you really enjoyed this video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.